കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പിന്നെ അവൻ എന്തൊക്കെ പറഞ്ഞു? ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു പെണ്ണും എന്നെ പ്രേമിക്കാൻ പോയില്ലെന്ന് അവൻ പറഞ്ഞത്. അതിനൊക്കെ അതിന്റേതായ രീതിയുണ്ടെന്ന് അവൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എന്നോട് അവളെ കൊണ്ട് പ്രണയിപ്പിക്കാമെന്ന് അവൻ സമ്മതിച്ചു. മോഹിനി, അങ്ങനെയാണെങ്കിൽ നീ അവിടെ നിന്ന് ചെയ്യേണ്ടത് ചെയ്യാതെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ നാഗലോകത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട കാരണത്താൽ ഞാനിപ്പോൾ നാഗലോകത്തുള്ളവനല്ല. പ്രേതലോകത്തെ നാശമാക്കിയതുകൊണ്ട് ഞാൻ പ്രേതലോകത്തുള്ളവനുമല്ല. ഞാൻ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ മനുഷ്യനുമല്ല. അവൾക്ക് എന്നോട് പ്രണയമുണ്ടാവണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് സാധിക്കൂ. എന്താണ്? ഈ ലോകത്തിൽ എനിക്ക് എന്റേതായ ഒരു ജീവിതം വേണം, അതുപോലെ അറിവും വേണം. നിന്റെ മായാശക്തി കൊണ്ട് ഈ ലോകത്ത് എനിക്ക് എന്റേതായ ഒരു നിലനിൽപ്പ് നീ ഉണ്ടാക്കി തരണം. ഈ ഭൂമിയിലുള്ളവർക്കല്ല എന്നെ അറിയാൻ എന്റേത് മാത്രമായൊരു വ്യക്തിത്വം, അതെല്ലാം നിന്റെ മായാശക്തി കൊണ്ട് നീ എനിക്ക് ഉണ്ടാക്കി തരണം. ഇങ്ങനെയുള്ള മാറ്റം എനിക്ക് സംഭവിച്ചാൽ ആർക്കും എന്നെ സംശയിക്കാൻ പറ്റില്ല. അത്രയല്ലേ ഉള്ളൂ? ഉറപ്പായി ഞാൻ ആ സഹായം ചെയ്യാം. എന്തായാലും ഭൂമിയിൽ നിനക്കൊരു മനുഷ്യന്റെ സഹായം കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടുള്ള വഴി ചെയ്തേ മതിയാകൂ. കാരണം മനുഷ്യന്റെ മനസ്സ് ചഞ്ചലമാണ്. എത്രയും പെട്ടെന്ന് നീ പറഞ്ഞതുപോലെ നടക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യവും തീർച്ചയായും നടക്കും. എവിടെ അന്യായം കണ്ടാലും എന്റെ തൃശ്ശൂൽ ഒരിക്കലും പ്രതികരിക്കാതിരുന്നിട്ടില്ല. എന്നിട്ട് നിങ്ങളെ ഞാൻ തൃശ്ശൂലാണെന്ന് വിചാരിച്ചു പോയല്ലോ. എന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് തന്നെ ലജ്ജ തോന്നുക. പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാതെ, അവളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയാതെ അവളെ ബലം പ്രയോഗിച്ച് താലി കെട്ടാൻ ശ്രമിക്കുന്നവൻ ഒരു രാക്ഷസനാണ്. അങ്ങനെയുള്ളൊരു രാക്ഷസന് വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ സംസാരിച്ചത്. നിങ്ങൾ ഒരു മനുഷ്യൻ തന്നെയാണോ? എന്താ ശിവാനി ഇത്? ഞാൻ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ തോന്നിയത് പറയുന്നത്? നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തെന്നാണോ? ഈ അഭയ് എന്നും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവനാണ്. എന്നുവെച്ചാ അവൻ ചെയ്തതെല്ലാം ശരിയെന്നാണോ നിങ്ങൾ പറയുന്നത്? നോക്ക്, നിങ്ങൾക്ക് അവന് മനസ്സിലാക്കാത്തോണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്. ആരാ നല്ലത് ചീത്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവൻ ഒരിക്കലും ഒരു നല്ലൊരുത്തനല്ല. അങ്ങനെ നല്ലവനായിരുന്നെങ്കിലേ ഒരു പെണ്ണിനെ ബലം പ്രയോഗിച്ച് അവളുടെ ഇഷ്ടമില്ലാതെ താലി കെട്ടാൻ നോക്കില്ലായിരുന്നു. അപ്പൊ പെണ്ണിന്റെ സമ്മതമില്ലാതെ ഒരാണ് അവളെ താലി കെട്ടുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു? അത് ശരിയാണെന്ന് നിങ്ങളല്ലാതെ വേറെ ആരും പറയില്ല. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് തൃശൂൽ അത് ശരിയാണെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ സമ്മതമില്ലാതെയല്ലേ അവൻ നിങ്ങളെ താലി കെട്ടിയത്, റൈറ്റ്? അന്നവൻ ചെയ്തത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നി. എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് അവൻ ജീവനാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള ശിവാനി? ഇതെങ്ങനെയാ നിങ്ങള്? അന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നല്ലോ. സോ അന്ന് നിങ്ങൾക്ക് വില്ലനായിരുന്ന തൃശൂൽ ഇന്ന് നിങ്ങൾക്ക് വലിയ ഹീറോ. അതുപോലെ ആ പയ്യൻ ഇന്ന് അവൾക്ക് വില്ലനായിരിക്കാം, പക്ഷെ നാളെ അവൾക്ക് ഹീറോ ആയി മാറിയാലോ? ഏയ്, എന്റെ തൃശ്ശൂലിനെ ഏതോ ഒരുത്തനുമായിട്ട് താരതമ്യം ചെയ്യണ്ട. അതെ ശിവാനി, റിലാക്സ്. നിങ്ങൾ അവനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാ നിങ്ങൾക്കിടയിൽ വെറുതെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാം ഒഴിവാക്ക്. നിങ്ങൾക്കിടയില് ദേഷ്യം, വാഗ്വാദം ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്പൊ അവിടെ വന്ന് ഇടപെട്ടത്. ഇത് ഞാൻ വിശ്വസിക്കണോ? ഇത് ഞാൻ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതുവരെ നിങ്ങളുടെ മേലെ എനിക്കൊരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ലാതായി. പറയൂ ശേഷ, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ മോഹിനി. എന്താണത്? പുലർച്ചെ എണീറ്റ് പരിസരം വൃത്തിയാക്കി മുറ്റത്ത് വെള്ളം തെളിച്ച്
നീ രംഗോലി ഇട്ട് തരണം. തുളസി പൂജ നടത്തേണ്ടതുണ്ട്. അവൾ എണീറ്റ് വരുന്നതിനോടകം നിന്റെ മന്ത്രശക്തിയാൽ ഇതെല്ലാം നമുക്ക് ചെയ്തേ പറ്റൂ. നീ പറയുന്ന എല്ലാം ഞാൻ ചെയ്യാം. തുളസി പൂജ എന്നൊരൊറ്റ കാര്യം ഒഴിച്ച്. ഞാനൊരു പ്രേതാത്മാവാണ്. തുളസി പൂജ എനിക്ക് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല. ബാക്കിയുള്ളതൊക്കെ നിനക്ക് ചെയ്യാലോ. പുഷ്പം, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഇപ്പഴല്ലേ ഇങ്ങോട്ട് വന്നത്. അച്ഛനാണെങ്കിൽ ഇതൊരു എണീറ്റിട്ടുമില്ല. പിന്നെ ആരാ ഈ വീടിന് മുമ്പിൽ രംഗോലി ഇട്ടത്? എന്നാലും ഇതെങ്ങനെ? ഇതാരാ ചെയ്തത്? നീ പേടിക്കണ്ട, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ. അത് ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല. ക്ഷമിക്കുമല്ലോ അല്ലേ? എനിക്കറിയാം നിനക്ക് പെട്ടെന്ന് ക്ഷമിക്കാനാവില്ലെന്ന്. സത്യമായി ഇതിന്റെ പുറകിൽ വേറൊരു ഉദ്ദേശമില്ല. നിനക്കെന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? ഏ എന്നെയാണോ നോക്കിയത്? എന്റെ ഹൃദയത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് നിനക്ക് സ്വാഗതം. നിനക്കായി ഞാൻ കാത്തിരിക്കും. അതെത്ര കാലമായാലും. അഭയ്, ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാടാ. എന്താ കാര്യം? നീ പറഞ്ഞ രീതിയിൽ ഞാൻ മയൂരിയുടെ അടുത്ത് പെരുമാറി ഒരു ചെറിയ തെറ്റ് പോലും സംഭവിച്ചില്ല. എന്തോ അവൾക്ക് എന്നോട് പ്രണയം തോന്നിയെന്നൊരു സംശയം. എന്താന്നറിയാമോ, ഞാനും ഇതുപോലെ പ്രണയിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്താ ഉണ്ടായെന്നറിയോ? ഞാൻ വഴുക്കി വീണത് കണ്ട് അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഞാനത് പ്രണയമാണെന്ന് കരുതി കൺഫ്യൂഷനായി സന്തോഷിച്ച് സെലിബ്രേറ്റ് വരെ ചെയ്തു. നീ പറഞ്ഞു വരുന്നത് അവൾ എന്നെ സ്നേഹിക്കുന്നില്ലെന്നാ? നോക്ക്, അവള് നിന്നെ നോക്കിയാ ഒന്ന് ചിരിച്ചു കളഞ്ഞ അതൊന്നും ഒരു പ്രണയവും അല്ല. പിന്നെ പരീക്ഷണം നടത്തണം. എന്തിന്? ചെയ്യാൻ നീ വെയിറ്റ് ചെയ്യേ. അവള് വരുന്ന സമയമായല്ലോ. അതെയോ? ഹേ എടാ, അവള് വരുന്നു. എത്ര തവണ പറയണം നിന്നോട്? അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. ഇനി ഒരു പ്രാവശ്യം കൂടി നീ അവളുടെ പിന്നാലെ നടന്നാ പിന്നെ നീ ലോകം കാണില്ല. നിനക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? ആ കുട്ടിയുടെ പിന്നാലെ ഇനി നടന്നേക്കരുത്. അവളെ ശല്യം ചെയ്തേക്കരുത്. എന്റെ മുന്നിൽ വന്ന് ചാടരുത്. അഥവാ ഇനി വന്ന് ചാടിയാ എന്താടാ? അല്ല, എന്നെ നീ പ്രണയിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടെ? നോക്ക്, ഈ വിഷയത്തിൽ നീ എന്റെ ജൂനിയർ ആണ്. ഞാൻ എന്താ പറഞ്ഞത്? അവള് നിന്നെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷണം നടത്തി കണ്ടുപിടിക്കണം.
ഇതൊരു പരീക്ഷണമാണ്, മനസ്സിലായോ? ദേ നോക്ക്, അവളതാ പോകുന്നു. അവൾ എങ്ങാനും നിന്നെ തിരിഞ്ഞു നോക്കിയാൽ കൺഫേം അവൾക്ക് നിന്റെ മേൽ ലൈറ്റായിട്ട് ഇഷ്ടമുണ്ടെന്ന് അർത്ഥം. അവള് നോക്കിയോടാ? ഏയ് നിർത്തടാ, വെറുതെ ആക്രാന്ന് കാണിക്കാതെ. ഇപ്പൊ നോക്കിയല്ലേ? ഏയ് അവള് പോയടാ. ഏയ് എടാ, അവള് നിന്നെ നോക്കിയടാ. അതെയോടാ? നീ ഉറപ്പിച്ചോ അവൾക്ക് നിന്നോട് പ്രണയം തുടങ്ങി കഴിഞ്ഞു? എന്നാ ഞാൻ ഇപ്പൊ തന്നെ താലി കെട്ടട്ടെ? നിക്കടാ. എടാ പൊട്ട, ഞാൻ പറയുന്നത് കേക്ക്. നിക്കടാ. എടാ നിക്കാൻ എന്നോട് പറഞ്ഞ. പെണ്ണ് പോകുന്നതിന് മുമ്പ് ഞാൻ താലി. ഇപ്പൊ നീ പോയി താലി കെട്ടിയത് കല്യാണമാവില്ല, നിന്റെ മരണമായിരിക്കും. ഞാനായിരിക്കും നിന്നെ കൊല്ല. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ശരി. അവളൊന്ന് നോക്കിയപ്പോഴേക്കും ഓടിപ്പോയി താലി കെട്ടണമെന്നല്ല, അവൾ ഇങ്ങോട്ടേക്ക് വന്ന് താലി കെട്ടാൻ സമ്മതമാണെന്ന് നിന്നോട് പറയണം. മനസ്സിലായോ നിനക്ക്? നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ഇനി മുതൽ നീ നിഴൽ പോലെ അവളുടെ കൂടെ ഉണ്ടാവണം. അവൾ എവിടെ പോയാലും നീ അവളെ പിന്തുടരണം. അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങണം. പിന്നെ ആ ഇഷ്ടം കൊണ്ട് അവളുടെ മനസ്സിൽ നിനക്കൊരു വലിയ സ്ഥാനം ഉണ്ടാവണം. ആ സ്ഥാനത്ത് നിനക്കൊരു അമ്പലം കെട്ടി അവള് പൂജ നടത്തണം. ആ അവസ്ഥയിലേക്ക് എത്തിക്കണം. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അത്ര തന്നെ. എന്തായി ശേഷനാഗ? ആ മനുഷ്യ കന്യക നിന്റെ പ്രണയം സ്വീകരിച്ചുവോ? ഞാൻ അതിന്റെ പ്രയത്നത്തിലാണ് മോഹിനി. പ്രയത്നത്തിൽ തന്നെ ദിവസങ്ങൾ ഉരുണ്ടു പോകുന്നു ശേഷനാഗ. എനിക്ക് നിന്റെ മേൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രണയം തോന്നി. ആ പ്രണയം അവൾക്ക് തോന്നാൻ എന്താണ് ഇത്ര താമസം? അതിന്റെ ഉത്തരം അവളാണ് തരേണ്ടത്. നോക്കൂ ശേഷ, നീ ഇപ്രകാരം താമസം കാണിക്കരുത്. പോകൂ, എത്രയും പെട്ടെന്ന് പോയി അവളുടെ മനസ്സിൽ നിന്നോട് പ്രണയം തോന്നാൻ പ്രയത്നിക്ക. ആ ശിവാനിയുടെ സഹായത്താൽ നിങ്ങൾ ഇരുവരുടെയും കല്യാണം നടന്നേ മതിയാകൂ. പോകൂ. പോകൂ ശേഷനാഗ, പോകൂ. ആ മനുഷ്യ കന്യക നിന്നെ പ്രണയിക്കട്ടെ. നിങ്ങൾ ഇരുവരുടെയും കല്യാണം നടക്കട്ടെ. നാഗലോകം നിന്നെ സ്വീകരിച്ച ശേഷം ആ നാഗമണി നമ്മുടെ കൈകളിൽ എത്തട്ടെ. എങ്കിൽ മാത്രമേ നീ നാഗലോകത്തിന്റെ രാജാവാവുകയുള്ളൂ, ഞാൻ മഹാറാണിയും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നാഗലോകം പിന്നെ നാഗലോകമായി ബാക്കി ഉണ്ടാവില്ല. നാഗലോകത്തിന്റെ അസ്തിത്വവും ബാക്കി ഉണ്ടാവില്ല. നാഗലോകത്തിന്റെ അവസാനത്തിന് ശേഷനാഗനാണ് എന്റെ നാഗാസ്ത്രം. ഈ മോഹിനി തൊടുത്തുവിടുന്ന അസ്ത്രം നാഗലോകത്തെ മുഴുവനായി വേരോടെ ഞാൻ പിഴുതെറിയും. ഇതാണ് ഈ മോഹിനിയുടെ ശപഥം. പ്രണാമം ഗുരുദേവ. ഗുരുദേവ, എന്താണെന്നറിയില്ല, എന്റെ മകനെ കാണണമെന്ന് വല്ലാത്ത മോഹം തോന്നുന്നു. 24 വർഷങ്ങൾ തന്നെ കടന്നുപോയി. എന്റെ മകൻ ആദിശേഷൻ ഈ നാഗലോകത്തേക്ക് ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി കാത്തിരുന്ന് മതിയായി. എന്നാൽ അവൻ ഇങ്ങോട്ട് വന്നതേയില്ല. അവനെ കൊണ്ടുവരാനായി ശ്രമിച്ച എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമായി പോയി. എനിക്കെന്തോ ഒരാശങ്ക മനസ്സിൽ. എത്രയും നാളില്ലാത്ത എന്തോ ഒരു വെപ്രാളം. എന്റെ മകനെ കാണാതെ എന്റെ വിഷമം അകലുകയില്ല. അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ഒരേ ഒരു തവണ ഭൂമിയിലേക്ക് പോയി എന്റെ മകനെ കണ്ട് ഞാൻ മടങ്ങി വരാം. നിങ്ങളുടെ മകനെ പോയി കണ്ടിട്ട് വരുവാൻ എന്റെ സമ്മതം എന്തിനാണ് നാഗമാത? മക്കളെ കാണാൻ പോകുന്ന യാത്രയിൽ ആ മഹേശ്വരൻ പോലും തടസ്സമാവുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ തടസ്സം പറയുന്നത് എന്തിന്? എന്നാൽ ആദിശേഷൻ എവിടെയാണ്, ഏതവസ്ഥയിലാണെന്ന ഒരു സൂചന പോലും
നിങ്ങൾക്കില്ലാത്തൊരു സ്ഥിതിഗതിയിൽ അവനെ എങ്ങനെയാണ് തേടി കണ്ടുപിടിക്കുക? അറിയില്ല ഗുരുദേവ. എല്ലാം ആ പരമേശ്വരന്റെ ഇച്ഛയാണ്. പെറ്റ വയറിന്റെ സങ്കടം ആ പരമേശ്വരന് മനസ്സിലായല്ലേ പറ്റുകയുള്ളൂ ഗുരുദേവ. ആ കരുണാമയൻ വഴി കാട്ടിയില്ലെങ്കിലും എന്നിലെ പെറ്റമ്മ എനിക്ക് വഴികാട്ടിയാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ. തീർച്ചയായും പോയി വന്നാലും നാഗമാത. ആദിശേഷന്റെ പത്നിയായ ശിവാനിയെ കൊണ്ട് ഇതുവരെ അവൻ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആദിശേഷനെ പ്രണയിക്കുന്ന മായാങ്കനയെ കൊണ്ടും അവൻ ഇവിടേക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല. ഇനി ഒരേ ഒരാൾക്ക് മാത്രമേ അവൻ ഇവിടേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് മാത്രമാണ്. അമ്മയ്ക്ക് മാത്രമാണ് ആ ശക്തിയുള്ളത്. പോയി വന്നാലും അവനെ കണ്ടിട്ട് വരൂ. സാധ്യമാണെങ്കിൽ നാഗമാണിക്യത്തിനൊപ്പം ആദിശേഷനെയും ഇവിടേക്ക് കൊണ്ടുവരൂ. സന്തോഷം ഗുരുദേവ. പോയി വരാം. പരമേശ്വര, ഈ അമ്മയ്ക്ക് ഒരു വിധത്തിലുള്ള ആപത്തുകളും വരാത്ത വിധം സ്വന്തം മകനെ കാണുവാനുള്ള വഴി അങ്ങൊരുക്കിയാൽ. ഭഗവാനെ, ഇത്ര വലിയ ഈ ലോകത്ത് എന്റെ മകൻ ആദിശേഷൻ എവിടെയുണ്ടാകുമോ എന്തോ. അമ്മേ, കൃഷ്ണമണി നീ പിച്ച
അമ്മേ വരൂ അമ്മേ. ഒരു മിനിറ്റ് അമ്മേ. ഇത് കുടിക്കമ്മേ. കുടിക്കേ. മതി.